Hi all, there is always something left to lose. Holy Black. It's Milindo. Welcome back to Trading Milestone. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡോൺസ് ഇൻ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു 5 പോയിന്റ്സ് പറഞ്ഞു. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത ഒരു 5 പോയിന്റ്സോട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു 10 പോയിന്റ്സ് ആണ് മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഈ ഒരു 10 പോയിന്റ്സിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഡോൺസ് ഇൻ ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ളത്. അപ്പം നമുക്കിന്ന് ഓരോ പോയിന്റ് ആയിട്ട് നോക്കിയാലോ. ഒന്നാമതായിട്ട് നമുക്ക് പറയാം, ഡു നോട്ട് ട്രേഡ് ഓപ്ഷൻസ് ബേസ്ഡ് ഓൺ ദ സ്റ്റോക്ക് പ്രൈസ് മൂവ്. അതായത് ഇപ്പോൾ ആ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അണ്ടർലൈങ് അസറ്റിന്റെ ഡെറിവേറ്റീവ്സ് ആണല്ലോ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അണ്ടർലൈങ് അസറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഓപ്ഷനിൽ ഇൻക്രീസ് ആകും എന്ന് വിചാരിക്കരുത്. ആ ഒരു അസറ്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ മാത്രമാണ്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരു ഫാക്ടർ മാത്രമാണ് ഈ അണ്ടർലൈങ് അസറ്റിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ബേസിൽ നമ്മൾ ഓപ്ഷനിൽ വന്നിട്ട് ബൈ ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഡീകേ എന്ന് പറയുന്നതും അതുപോലെ വോളറ്റാലിറ്റി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബൈയിങ്ങിൽ ഒരിക്കലും നമ്മൾ അണ്ടർലൈൻ സ്റ്റോക്ക്, അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു സ്റ്റോക്ക് എ പറയുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് എയുടെ ഓപ്ഷനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വിചാരിക്കുക. ആ ഒരു എ എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അതനുസരിച്ച് ഓപ്ഷനിൽ കൂടും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഓപ്ഷൻ ഇൻക്രീസ്ഡ് ആവണമെങ്കിൽ അവിടെ ഡീകേ അതുപോലെ വോളറ്റാലിറ്റി ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടി വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം ഓപ്ഷനിൽ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യരുതാത്തൊരു കാര്യമാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു വീക്കിലി എക്സ്പയറി മന്ത്ലി എക്സ്പയറി സെയിം ഡേറ്റിൽ വരുന്നൊരു ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ശരിക്കും ചിലപ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ എമൗണ്ട് ഒരു 20 പോയിന്റ് മുകളിലോട്ട് മൂവ് ചെയ്തിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ആ സ്പൈക്ക് താഴേക്ക് വരും. നമുക്ക് ഭയങ്കര ലോസസ് വരും, കാരണം ഈ എക്സ്പയറി ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴൊക്കെ. സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, വോളറ്റാലിറ്റി ഡീകേ എന്ന് പറയുന്ന ഈ 2 ഫാക്ടേഴ്സ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് 2 ശ്രദ്ധിക്കാതെ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ എക്സ്പയറി ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ ഫസ്റ്റ് പോയിന്റ്സ് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോയിലോട്ട് വരാനായിട്ട്. ഡു നോട്ട് ഇഗ്നോർ ടൈം ഡീകേ ഓർ തീറ്റ എഫക്റ്റ്. എക്സ്പയറി ദിവസം അടുക്കും തോറും ഓപ്ഷന്റെ വാല്യൂ കുറഞ്ഞു വരികയാണെന്ന് നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഈ ടൈം ഡീക്കേയുടെ എഫക്റ്റ് നമുക്ക് വരുന്നത്. സോ ടൈം ഡീക്കേ എഫക്റ്റ് മൂലം നമ്മുടെ ഓപ്ഷൻ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ബൈയിങ് ഓപ്ഷന്റെ വാല്യൂ വളരെ കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അതൊരിക്കലും മറക്കരുത്. ഈ ടൈം ഡീക്കേ അല്ലെങ്കിൽ തീറ്റ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മറന്നുകൊണ്ട് ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. അവർക്ക് ഈ തീറ്റ എഫക്റ്റ് ഡീകേ എഫക്റ്റ് ഇതൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ സെല്ലിങ്ങിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിൽ വരുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്തൊരു പോയിന്റ് ആണ്, ഒരിക്കലും ഔട്ട് ഓഫ് ദ മണിയിൽ ബൈ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത്. ഈ ഔട്ട് ഓഫ് ദ മണിയിൽ നമുക്ക് വളരെ ചീപ്പറായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഔട്ട് ഓഫ് ദ മണിയിൽ ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ 20 രൂപ 30 രൂപയൊക്കെ വരുന്നുള്ളൂ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട്. പക്ഷേ അത് നമുക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകളുണ്ട് ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് വളരെ കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ ലോട്ട്സ് എടുക്കുകയാണ്. ഒരുപാട് അളവ് കൂടുതൽ എടുത്തിട്ട് നഷ്ടം വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറഞ്ഞ തുകയ്ക്ക് അവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ, അവിടെ സക്സസിനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അവിടെ നമുക്ക് വളരെ ഹൈ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുവാണ്. പക്ഷെ ആ ഒരു ഔട്ട് ഓഫ് ദ മണിയിൽ എടുത്തിട്ട് ആളുകൾ ഹോപ്പിന്റെ പേരിൽ മാത്രം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹോപ്പ് ആൻഡ് ഫിയറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ഹോപ്പിന്റെ പേരിൽ മാത്രം, അതായത് എനിക്ക് പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷ മാത്രമേ അവിടെ ഉള്ളൂ. ടെക്നിക്കലി അവിടെ ഒരു റീസൺസ് ഇല്ല നമുക്ക് വിൻ ചെയ്യാനായിട്ട്. ആ ഒരു ബേസിലാണ് ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് ആളുകൾ ബൈ ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അതിൽ കൂടുതൽ നമ്മൾ ഇൻ ദ മണിയിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു എന്താണ് പറയുന്നത്, ഔട്ട് ഓഫ് ദ മണീനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇൻ ദ മണിയിൽ ട്രേഡ് എടുക്കുന്നതാണ് കുറെ കൂടെ നല്ലത്. അടുത്തൊരു കാര്യമാണ് ഡു നോട്ട് ഓവർലുക്ക് റിസ്ക് മാനേജ്മെന്റ്. ഇപ്പം ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും എന്നതുപോലെ തന്നെ പ്രധാനമാണ് പെട്ടെന്ന് ലോസ് വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ഒരിക്കലും ഓപ്ഷൻ ബൈ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ എവിടെ എൻട്രി എടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പേ ഏതായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് നമ്മൾ തീരുമാനിച്ചു വെക്കുക.
പ്രത്യേകിച്ച് നമ്മൾ മനസ്സിൽ തീരുമാനിച്ച് വെച്ചിട്ടൊരു കാര്യമില്ല. ചില ആളുകൾ പറയും ഞാൻ സ്റ്റോപ്പ് ലോസ് എൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് പക്ഷേ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ടാർഗറ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും, സ്റ്റോപ്പ് ലോസ് മനസ്സ് സെറ്റ് ചെയ്യും. ആ മനസ്സിലിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും, ക്യാപിറ്റൽ അടക്കം വാനിഷ് ആവുകയും ചെയ്യും. സോ എപ്പോഴും ട്രേഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് തന്നെ കൊടുക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തന്നെ വേണം ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവാനായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ആ ഒരു റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇല്ലാതെ ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് കടക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അടുത്തൊരു കാര്യമാണ് ഡു നോട്ട് ചേസ് ട്രേഡ്സ് എന്ന് പറയുന്നത്. ഓപ്ഷനിൽ നല്ലൊരു ട്രേഡ് വന്നു, നമുക്കത് എടുക്കാൻ പറ്റിയില്ല, നമുക്കതിൻ്റെ എൻട്രി പോയിന്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ആ ട്രേഡ് നന്നായിട്ട് മൂവ് ചെയ്യുകയാണ്. സോ അവിടെ ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് വേഗം വന്നിട്ട് ആ സ്പോട്ട് പ്രൈസിൽ അങ്ങ് ട്രേഡ് എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 50 രൂപയ്ക്ക് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ആ ഒരു എമൗണ്ട് 50 വന്നില്ല എന്ന് വിചാരിക്കുക, അത് മുകളിലോട്ട് മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്ത ഒരു 70 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യുകയാണ്. അത് വളരെ ഡേഞ്ചറാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ട്രേഡ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ ട്രേഡിനെ ചേസ് ചെയ്യാനായിട്ട് പോകരുത്, അതിനെ വിട്ട് കളഞ്ഞേക്കുക. നമുക്കത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇനിയും ട്രേഡ്സ് ഉണ്ട്, വീണ്ടും മാർക്കറ്റ് ഉണ്ട്, നമുക്ക് വേറെ ട്രേഡ് എടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ട്രേഡിനെ ചേസ് ചെയ്യുക എന്നുള്ള പ്രവണത പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതായത് നമ്മൾ 50 എടുക്കുമ്പോൾ 35 നമ്മൾ സ്റ്റോപ്പ് ലോസ് അല്ലേ, 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ആ ഒരു ട്രേഡ് 70 രൂപയ്ക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ സെയിം സ്റ്റോപ്പ് ലോസ് വരണമെങ്കിൽ ഒരു 35 പോയിന്റോളം നമുക്ക് അവിടെ റിസ്ക് ആണ്. അത്രയ്ക്ക് റിസ്ക് എടുത്ത് ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ട്രേഡ്സിനെ ചേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത്. അടുത്തൊരു പോയിന്റ് ആണ് ഡു നോട്ട് നെഗ്ലക്ട് ടു ലേൺ ഗ്രീക്സ്. ഈ ഗ്രീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ, തീറ്റ, ഗാമ അങ്ങനത്തെ എഫക്റ്റുകളൊക്കെ അതേക്കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കാതെ ഓപ്ഷൻ ട്രേഡിലേക്ക് വരരുത്. കാരണം ഈ ഓപ്ഷൻ മൂവ് ചെയ്യുന്നതിനകത്ത് പ്രധാന പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ് ഈ ഗ്രീക്സ് എന്ന് പറയുന്നത്. സോ ഗ്രീക്സിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കുക. അപ്പം ഓരോന്നിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റിൽ വരുന്നത്, ഡി ക്യു എഫക്റ്റ് എങ്ങനെ, തീറ്റ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചിട്ടല്ലാതെ ഒരിക്കലും ഓപ്ഷൻ ബൈ ചെയ്യരുത്. അത് വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഗ്രീക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പ്രൈസിനെ ഒരു 50 രൂപയാണെങ്കിൽ അതിനെ 0 ആക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ഈ ഗ്രീക്ക് എഫക്റ്റുകൾക്ക്. അടുത്തൊരു കാര്യമാണ് പ്രോബബിലിറ്റി കൺസിഡർ ചെയ്യാതെ ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത്. ചില ആളുകൾ ചീപ്പ് ഓപ്ഷൻസ് ബൈ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അത് ചീപ്പ് ആയതുകൊണ്ടാണ്. അതായത് ചെറിയ വിലയ്ക്ക് കിട്ടുന്നു എന്നുള്ള ഒറ്റ കാരണം മാത്രം ബേസ് ചെയ്തിട്ടാണ് ഓപ്ഷൻസ് ബൈ ചെയ്യുന്നത്. സോ അവിടെ പ്രോബബിലിറ്റി ചിന്തിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ വിജയിക്കാൻ എത്ര ശതമാനം പ്രോബബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ആ ഒരു ട്രേഡ് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതില്ലാതെ ട്രേഡിലേക്ക് കടന്നാൽ 100% നിങ്ങൾക്ക് ലോസ് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡോൺസ് എല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഓപ്ഷൻ ട്രേഡിങ്ങിലെ ലോസസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഞാനത് ഇതെല്ലാം നിങ്ങൾ ഈ ഡോൺസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സക്സസ്ഫുൾ ഓപ്ഷൻ ബയർ ആകും എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ലോസസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എനിക്ക് അഷ്വർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യമാണ്, പെട്ടെന്ന് വരുന്ന ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബൈ ചെയ്യുന്ന ഒരാൾക്കൊന്നും ഈ ഒരു ഡോൺസ് ഒന്നും മാർക്കറ്റിൽ പാലിക്കാനായിട്ട് സാധിക്കത്തില്ല. അവർക്ക് ആ ഒരു മൈൻഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർ ഫോളോ ചെയ്യുന്ന റൂൾസോ സ്ട്രാറ്റജീസ് ഒന്നും ഈ ഡോൺസിനെ ഫോളോ ചെയ്യാനായിട്ട് ആപ്റ്റായ രീതിയിലായിരിക്കില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവുക എന്നുള്ളതാണ് ഈ ഒരു ഫീൽഡിലെ പ്രധാനപ്പെട്ട കാര്യം. മാർക്കറ്റിനെ വാച്ച് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡേഴ്സിനും ഓപ്ഷൻ ട്രേഡേഴ്സിനും ഒക്കെ സംബന്ധിച്ചിടത്തോളം. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പം മാർക്കറ്റിൽ കറക്റ്റായിട്ട് ഇരിക്കാനോ വാച്ച് ചെയ്യാനോ സാധിക്കാത്ത വ്യക്തിയാണോ നിങ്ങൾ, ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിലേക്ക് നിങ്ങൾ ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പം അത് നമുക്ക് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന സൈക്കോളജിക്കൽ മെറിറ്റ്സ് ഇതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇൻട്രാഡേനെ അപേക്ഷിച്ചിട്ട് നോക്കിയാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് പിന്നിൽ കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കലി ഫണ്ടമെന്റൽ അനാലിസിസ് വേണം എന്നുള്ളത് മാത്രം. അവിടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയ ശേഷം മാത്രമേ ഒരു കമ്പനിയിൽ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിനെ ഡേ ടു ഡേ ലൈഫിൽ വാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ലേ, സ്വിംഗ് ട്രേഡിലേക്ക് മാറും, പൊസിഷണൽ ട്രേഡിങ്ങിലേക്ക് മാറും. ഇതൊക്കെയാണ് എപ്പോഴും മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ ചെയ്യുന്ന ആളാണെങ്കിൽ ശരി, മാർക്കറ്റിൽ ഇരിക്കാനും പേഷ്യൻസോടെ നമുക്ക് കിട്ടുന്ന ടൈം, എവിടെയാണോ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരുന്നത് അതുവരെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിൽ സക്സസ് ആകാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഇന്നൊരു ട്രേഡ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്നാൽ എവിടെയെങ്കിലും പോയി ട്രേഡ് എടുക്കാം, ആ ഒരു ചിന്തയോടുകൂടി മാർക്കറ്റിൽ വരാതിരിക്കുക. ഇന്ന് നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു പൊസിഷൻ കിട്ടിയില്ല എങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്യണ്ട എന്ന് വിചാരിക്കുക. ആ ഒരു ചിന്താഗതിയോടെ മാർക്കറ്റിനെ സമീപിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇൻട്രാഡേയിൽ നല്ല സക്സസ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ഡോൺസ് വ്യക്തമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കാത്തത് കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.